ഹായ് ഫ്രണ്ട്സ്, ട്രീറ്റ്മെന്റ് ഓർഗനൈസറുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും പുതിയ നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് അപ്ഡേറ്റ്സ് ആണ്. സാധാരണ മക്കളെ 2024 വരെ ഈ ട്രീറ്റ്മെന്റ് ഓർഗനൈസർ എന്ന് പറയുന്ന പോസ്റ്റ് നമ്മൾ പലരും ശ്രദ്ധിക്കപ്പെടാതെ കിടന്ന ഒരു പോസ്റ്റാണ്. അല്ലെങ്കിൽ കുറേ പേര് അപേക്ഷ കൊടുക്കും, അതിൻ്റെ സിലബസ് വളരെ വ്യത്യസ്തമാണ്. പക്ഷേ ഏറ്റവും വലിയ അപ്ഡേറ്റ് ഇതിനു മുന്നേ 24 ഏറ്റവും ലാസ്റ്റായിട്ട് 4 ജില്ലകളിലേക്ക് വന്ന നോട്ടിഫിക്കേഷൻ്റെ സിലബസ് നമുക്ക് വന്നു എന്നുള്ളതാണ്. മക്കളെ അടിസ്ഥാന യോഗ്യത നമുക്കറിയാം +2 സയൻസ് ആണ് അല്ലേ. +2 സയൻസോ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള എന്ത് തരത്തിലുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാം. അപ്പോൾ ആ ഒരു അടിസ്ഥാന യോഗ്യതയോട് നീതി പുലർത്തണ്ടേ, അങ്ങനെ നീതി പുലർത്തിക്കൊണ്ട് തന്നെയാണ് പുതിയ സിലബസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പുതിയ സിലബസ് എങ്ങനെ നമുക്ക് മനസ്സിലാക്കണം, മാത്രമല്ല ഈ സിലബസ് എത്രത്തോളം ഡെപ്തിൽ നമ്മൾ പഠിക്കണമെന്ന് മനസ്സിലാക്കണം. അതിനോടൊപ്പം ഈ സിലബസ് പഠിച്ചാൽ 2026 നമുക്ക് വരാൻ പോകുന്ന പ്ലസുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ വേറെ ഏതൊക്കെ പരീക്ഷകൾ നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാം എന്നും കൂടെ മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊത്തത്തിൽ ചൂട് വരും. ഇപ്പൊ തന്നെ നിലവിലെ നമുക്ക് എന്ത് വിളിച്ചിട്ടുണ്ട്, DMEയിലേക്കുള്ള JLA വിളിച്ചിട്ടുണ്ട്. അതും 2 തീയതി വരെ ഉള്ളൂ ലാസ്റ്റ് ഡേറ്റ്. എത്രയും പെട്ടെന്ന് അപേക്ഷ കൊടുക്കുക. അതിനോടൊപ്പം ട്രീറ്റ്മെന്റ് ഓർഗനൈസറും എത്രയും പെട്ടെന്ന് നമ്മൾ അപേക്ഷ കൊടുക്കുക. അതിനോടൊപ്പം ലീഗൽ മെട്രോളജി അപേക്ഷ കൊടുക്കുക. മക്കളെ +2 സയൻസുമായി ബന്ധപ്പെടുത്തി വരുന്ന അടിസ്ഥാനപരമായ സിലബസുകളാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പരീക്ഷ എഴുതുന്നു, JLA പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം സെയിം ആയ സിലബസ് ആണ് അല്ലേ. അതിനകത്ത് ഫിസിക്സ് ഉണ്ട്, ബോട്ടണി ഉണ്ട്, സുവോളജി ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്. ഇവിടെ എന്താ പ്ലസ് എന്തുണ്ട്, മാത്സും കൂടെ ഉണ്ട് എന്നുള്ളതാണ്. 2 ദിവസത്തെ 3 ദിവസത്തെ ക്ലാസ് കൊണ്ട് ഒന്നും ആവുകയില്ല കേട്ടോ. നന്നായിട്ട് ഇറങ്ങിയെന്ന് പഠിച്ചാലേ പറ്റത്തുള്ളൂ. ഒരു നീറ്റ് ലെവലിലുള്ള പ്രിപ്പറേഷൻ നമുക്ക് വേണം. ഇനി 2026 നമ്മൾ ഈ പരീക്ഷ പഠിക്കുന്നുള്ള ഗുണം എന്നറിയാവൂടാ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നോർമലി 2026 ഡിഗ്രി ലെവൽ വലിയ പരീക്ഷകൾ വിളിച്ചിരിക്കുന്നു. അതിനോടൊപ്പം 10th ലെവൽ VFA, അതുപോലെ +2 ലെവലിൽ നമുക്ക് ബിവറേജ് LD, അതുപോലെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് LGS ഇതെല്ലാം വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സൈഡിൽ +2 സയൻസ് മേഖലയിൽ നോക്കുന്ന ആൾക്കാർക്ക് ഒരു വലിയ വാക്വം ഉണ്ട്. ആ വാക്വം നമ്മൾ ഇത്തവണ എന്ത് ചെയ്യുക, എൻക്യാഷ് ചെയ്യുക. ഇനി എൻക്യാഷ് ചെയ്യാൻ വേണ്ടി ഈ മേഖല ഇറങ്ങിയാൽ എന്ത് ചെയ്യണം, അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കാം. ഏത്, ഡയറി ഫൈൻ ഇൻസ്ട്രക്ടർ. അപ്പോൾ നമുക്ക് തൊട്ട് കഴിഞ്ഞ ഏകദേശം ഇതേ സിലബസ് പഠിച്ചു പോയ കുട്ടികളാണ് നമ്മുടെ ഡയറി ഫൈൻ ഇൻസ്ട്രക്ടർ കഴിഞ്ഞ ബാച്ച്. അവരുടെ റിസൾട്ട് നമുക്കൊന്ന് കണ്ടുപോകാം. സ്റ്റേറ്റ് ടോപ്പർ അടക്കമാണ് നമ്മുടെ കുട്ടികൾ അല്ലേ. അനുശ്രീ CK, അവൾ കോഴിക്കോട് സ്വദേശിയാണ്. നിങ്ങൾ ഇവരുടെയൊക്കെ സ്റ്റോറി കണ്ടിട്ടില്ലെങ്കിൽ കൃത്യമായിട്ട് കണ്ടു നോക്കുക. അതിനോടൊപ്പം നിരോഷ 7ാം റാങ്ക്, പിന്നെ ആര്യ സജി എടുത്ത് പറഞ്ഞ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് തൊട്ടടുത്ത കോഴ്സ് വന്നു ആ സമയത്ത് തന്നെ. എന്ത്, വാട്ടർ അതോറിറ്റി ലാബസിൻ്റെ അവിടെ മാത്സ് ഇല്ല കേട്ടോ, പകരം സുവോളജിയും ബോട്ടണിയും ഫിസിക്സ് കെമിസ്ട്രി എല്ലാം എന്താണ് NCERT ആണ് വരുന്നത്, +2 ആണ് വരുന്നത്. അവർ നിരോഷ ഒരു റാങ്ക് മെച്ചപ്പെടുത്തി, ആര്യ ഒരുപാട് റാങ്ക് മെച്ചപ്പെടുത്തി 3ാമത് വന്നു. അതിൽ നമുക്ക് വന്ന ഏറ്റവും ടോപ്പ് റാങ്ക് എന്ന് പറയുമ്പോൾ ഷഹദാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഇതുവരെയുള്ള ഈ ഒരു +2 ലെവൽ പ്രിപ്പറേഷൻ്റെ ഇതുവരെയുള്ള റിസൾട്ട് എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഈ വരാൻ പോകുന്ന ട്രീറ്റ്മെന്റ് ഓർഗനൈസർ, ഈ വരാൻ പോകുന്ന എല്ലാ ജില്ലകളും, അതുപോലെ ജൂനിയർ ലാബസിന്റെ എല്ലാ ജില്ലകളും ഇതുപോലെയുള്ള കംപ്ലീറ്റ് റിസൾട്ട്സ് ആണ് നമ്മളിപ്പോൾ എയിം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് പോസിബിൾ ആകണമെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും 3-4 കാര്യങ്ങൾ പോസിബിൾ ആകണം. ഒന്ന്, നിങ്ങൾ വളരെ ആത്മാർത്ഥതയുള്ള കുട്ടികൾ മാത്രമേ സഹകാരി വരാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അതിനുവേണ്ടി നമുക്കൊരു സെലക്ഷൻ പ്രൊസീജിയർ ഉണ്ടായിരിക്കും. അതാണ് നമ്മുടെ സൗജന്യ വെബിനാർ. എപ്പോഴും സഹകാരിയിലേക്ക് ഉദ്യോഗാർത്ഥികളെ ഓൺബോർഡ് ചെയ്യുന്ന നമ്മൾ വെബിനാർ സെഷനിലൂടെ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ സീരിയസ് ആയിട്ട് കാണുന്ന കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആ മെസ്സേജ് തരിക. നമ്മുടെ വാട്സാപ്പ് നമ്പർ ഞാൻ താഴെ ഇപ്പോൾ ഒരെണ്ണം കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് നിങ്ങളുടെ പേരും സ്ഥലവും അതുപോലെ ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ എന്ന കോഡും കൂടെ ചേർത്ത് മെസ്സേജ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു ഗൂഗിൾ മീറ്റിലേക്കുള്ള ലിങ്ക് വരും, അല്ലെങ്കിൽ നമുക്കൊരു ഗ്രൂപ്പിലേക്ക് നിങ്ങളെ ആഡ് ചെയ്യും. അതിനുശേഷം ഗൂഗിൾ മീറ്റിൽ ഞാൻ തന്നെ നേരിട്ടുണ്ടാവും. അവിടെ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുക ഈ കോഴ്സ് നടക്കുന്ന രീതിയെക്കുറിച്ചാണ്. അത് ഇപ്പോൾ ഇവിടെ പറഞ്ഞാൽ തീരെയല്ല. അതിനേക്കാളും പ്രയറായിട്ട് നമ്മളൊരു പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് സാധാരണ നമ്മൾ നേരിടുന്ന വെല്ലുവിളികൾ, സൈക്കോളജിക്കൽ ബാരിയേഴ്സ് എന്തൊക്കെ, അതിൻ്റെ പ്രതിവിധികൾ എന്തൊക്കെ, ഈ കാര്യങ്ങളിൽ നമുക്ക് ഡിസ്കസ് ചെയ്ത് പൊരിപ്പനായിട്ട് പോകാൻ പറ്റും. എന്തായാലും ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നമ്മുടെ സിലബസിലുണ്ടാകുന്ന വലിയ ചേഞ്ചാണ്. നേരത്തെ നമുക്കറിയാം നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം, ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ എന്ന് പ്രധാനമായിട്ട് നമുക്ക് TB ആയിട്ട് ബന്ധപ്പെടുത്തിയൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ റെസ്പിറേറ്ററി സിസ്റ്റം, പിന്നെ TB ആയിട്ട് ബന്ധപ്പെടുത്തിയ കുറേ കാര്യങ്ങൾ, പിന്നെ നമുക്ക് സയൻസുമായി ബന്ധപ്പെടുത്തിയ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് കഴിഞ്ഞ സിലബസിലുണ്ടായിരുന്നത്. അപ്പോൾ 2024 വന്നപ്പോഴത്തേക്ക് അവസരോചിതമായിട്ട് അല്ലേ PSC എന്ത് ചെയ്യുന്നു, സിലബസ് റിവൈസ് ചെയ്യുന്നു. നോക്കൂ മക്കളെ, കാറ്റഗറി നമ്പർ 044/2024 പ്രകാരം ശരിക്കും 5 ജില്ലയാണ് തോന്നുന്നു, 5 ജില്ല. അതിൽ കാസർഗോഡ് 2 വേക്കൻസി അപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളത് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസികളാണ്. അപ്പോൾ അത്രയും ജില്ലകൾക്ക് വേണ്ടിയിട്ട് ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം അടുത്ത നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നു, ബാക്കിയുള്ള ഇതര ജില്ലകൾക്ക് വേണ്ടി വിളിച്ചിരിക്കുന്നു. അതിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അടങ്ങുന്ന മറ്റൊരു വീഡിയോ വരുന്നുണ്ട്, നോക്കാം. നമുക്ക് ഒന്നാമത്തെ മൊഡ്യൂൾ നോക്കാം. ഫിസിക്സ് 30 മാർക്കിനാണ് വരുന്നത് കേട്ടോ. അതിൽ മൊഡ്യൂൾ 1  8 മാർക്കിനാണ്. അതിനകത്ത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് വരുന്നുണ്ട്. കൈനമാറ്റിക്സിൽ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ആൻഡ് പ്ലെയിൻ വരുന്നുണ്ട്.
സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ ആൻഡ് ഗ്രാവിറ്റേഷൻ വരുന്നുണ്ട്. അതുപോലെ മൊഡ്യൂൾ 2 മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ആൻഡ് ഫ്ലൂയിഡ്സ് വരുന്നുണ്ട്. ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് വരുന്നുണ്ട്. ഓസിലേഷൻ ആൻഡ് വേവ്സ് വരുന്നുണ്ട്. പിന്നെ മൊഡ്യൂൾ 3 8 മാർക്കിനാണ് മക്കളെ. ഇലക്ട്രോസ്റ്റാറ്റിക്സ് വരുന്നുണ്ട്. ഇലക്ട്രോ ഡൈനാമിക്സ് ആൻഡ് കറണ്ട് ഇലക്ട്രിസിറ്റി വരുന്നുണ്ട്. മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. ഇതൊന്നും കണ്ട് നിങ്ങൾ ഞെട്ടണ്ട, കാരണം നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണല്ലേ. ആ ചാപ്റ്റർ തന്നെയാണ്, ആ ചാപ്റ്ററിനകത്തുനിന്ന് തന്നെ ചോദിക്കും, മനസ്സിലായില്ലേ. അതുപോലെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആൻഡ് AC വരുന്നുണ്ട്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് വരുന്നുണ്ട്. മൊഡ്യൂൾ 4 8 മാർക്കിന് റേ ആൻഡ് വേവ് ഒപ്റ്റിക്സ്, മോഡേൺ ഫിസിക്സ്, ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ, ആറ്റംസ് ആൻഡ് ന്യൂക്ലിയൈ, ഇനി സെമി കണ്ടക്ടർ ഫിസിക്സ് വരുന്നുണ്ട്. അത്രയും കാര്യങ്ങൾ. പിന്നെ കെമിസ്ട്രി മക്കളെ 28 മാർക്കിനാണ് കേട്ടോ, 28 മാർക്കിനാണ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ മൊഡ്യൂളിൽ ഫിസിക്കൽ കെമിസ്ട്രി വരുന്നുണ്ട്. നമുക്ക് മാത്സിന് നമുക്ക് 14 മാർക്കുള്ളൂ, അതുകൊണ്ടാണ് 28 മാർക്കിന്റെ കണക്കവിടെ വരുന്നത്. നോക്കാം. ഒന്നാമത്തെ മൊഡ്യൂളിൽ ഫിസിക്കൽ കെമിസ്ട്രി 8 മാർക്കിന്, ഓർഗാനിക് കെമിസ്ട്രി ഇനോർഗാനിക് 10 മാർക്കിന് വരുന്നുണ്ട്. നമുക്ക് അതുപോലെ ഓർഗാനിക് 10 മാർക്കിന് വരുന്നുണ്ട്. ഇനി അതുപോലെ ബോട്ടണി എടുക്കുമ്പോഴത്തേക്കും 14 മാർക്കിനും സുവോളജിയും 14 മാർക്കിനാണ്. അപ്പോൾ അതിനകത്ത് നോക്കാം. സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് ഫസ്റ്റ് ചാപ്റ്റർ ആണ്, +1 ഫസ്റ്റ് ചാപ്റ്റർ ആണല്ലേ. അതുപോലെ അതിനകത്ത് തന്നെ സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ, ഓരോ ഹെഡ് ബൈ ഹെഡ്. അതിൽ സെൽ തിയറി മാത്രം പഠിച്ചാൽ നിങ്ങൾ. പ്രോകാരിയോട്ടിക്കും യൂക്കാരിയോട്ടിക്കും അതിന്റെ വ്യത്യാസം മാത്രം പഠിച്ചാൽ മതി. സെൽ ഓർഗനൈസ് പഠിക്കുമ്പോൾ എല്ലാ ഓർഗനൈസും പഠിക്കണം, അതിന്റെ സ്ട്രക്ചേഴ്സും ഫംഗ്ഷനും പഠിക്കണം. അതിനകത്ത് ബാക്കി ഒരു കാര്യത്തിൽ ചോദിക്കില്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്ത് നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും കൃത്യമായിട്ട് മനസ്സിലാകുന്ന കാര്യമാണ്. ആ സിലബസിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് മാത്രമേ ക്വസ്റ്റ്യൻ വരുള്ളൂ. ഓക്കെ. അതുപോലെ രണ്ടാമത്തെ മൊഡ്യൂൾ റീപ്രൊഡക്ഷൻ വരുന്നുണ്ട്. അവിടെ റീപ്രൊഡക്ഷൻ ഓർഗാനിസംസ്, അതുപോലെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. അതുപോലെ അടുത്ത മൊഡ്യൂൾ 3 ബയോളജി ഇൻ ഹ്യൂമൻ വെൽഫെയർ 2 മാർക്ക്. അതുപോലെ മൊഡ്യൂൾ 4 ബയോടെക്നോളജി 4 മാർക്ക്. അതുപോലെ ഇക്കോളജി 2 മാർക്ക്. അതുപോലെ അതിനകത്ത് എൻവയോൺമെന്റൽ ഇഷ്യൂസ് എല്ലാം വരുന്നുണ്ട്. ഇനി സുവോളജി എടുക്കുമ്പോഴത്തേക്കും ഹ്യൂമൻ ഫിസിയോളജി വരുന്നത്. അതിനകത്ത് ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ, അതുപോലെ ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്, ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ, എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് ആൻഡ് ദെയർ എലിമിനേഷൻ, ലോക്കോമേഷൻ ആൻഡ് മൂവ്മെന്റ്, ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ, അതുപോലെ കെമിക്കൽ കോർഡിനേഷൻ ഇന്റഗ്രേഷൻ അല്ലേ, അത്രയും കാര്യങ്ങൾ. പിന്നെ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ഉള്ള വിശാലമായിട്ടുണ്ട്. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഉണ്ട്. ജെനറ്റിക്സ് 4 മാർക്കിനുണ്ട്. ഓക്കെ. അപ്പോൾ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് ജെനറ്റിക്സിനകത്ത് വരുന്ന ഭാഗമാണ്. ഇനി ബയോളജി ഇൻ ഹ്യൂമൻ വെൽഫെയർ 2 മാർക്കിന് വരുന്നുണ്ട്. അതുപോലെ മൊഡ്യൂൾ 4 ആനിമൽ കിങ്ഡം 2 മാർക്കിന്. അതുപോലെ അടുത്ത മാത്സ്, അതാണ് പ്രത്യേകത. അവിടെ 28 പിടിച്ചതിന്റെ കാരണം എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ഒരു വ്യത്യാസം വരാതിരിക്കുകയാണ്. 14 മാർക്കാണ് മാത്സ്. സെറ്റ്സ്, റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്, ഫാക്ടോറിയൽ നമ്പേഴ്സ്, പ്രോഗ്രഷൻ, ട്രിഗണോമെട്രി, കോണിക്, വെക്ടർ, ഡെറിവേറ്റീവ്സ്, സ്ട്രേറ്റ് ലൈൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്സിന്റെ ഭാഗത്ത് നിന്ന് വരിക. ക്ലിയർ ആയി? അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലായി. നമുക്ക് എന്തോരം പഠിക്കണമെന്ന് മനസ്സിലായി. ഇത് പഠിച്ചാൽ ഉണ്ടാകുന്ന ഇതര ഉപയോഗങ്ങൾ മനസ്സിലായി അല്ലേ. അപ്പോൾ നമ്മൾ ഏത് ജില്ലയാണോ, നിങ്ങൾ നന്നായിട്ട് ഇതിന് മുന്നേ ഏറ്റവും കൂടുതൽ അഡ്വൈസ് പോയ ജില്ലകൾ നോക്കി കൊടുക്കുക. ആദ്യ റാങ്കുകളിലേക്ക് എത്തുക. നമുക്ക് അത്യാവശ്യം ഫീൽഡ് വർക്കൊക്കെ വരുന്ന പോസ്റ്റാണ്. അതായത് നമുക്ക് കുറച്ച് ഫ്രീഡം കിട്ടുന്ന ഒരു പോസ്റ്റാണ്. കറക്റ്റ് ആ ഒരു ഓഫീസിൽ തന്നെ ചടഞ്ഞുകൂടി ഇരിക്കേണ്ട പോസ്റ്റ് അല്ല. പോസ്റ്റിന്റെ വിശദാംശങ്ങളെല്ലാം വരുന്ന വെബിനാർ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അത് അവിടെ നമുക്ക് നോക്കാം. അതിനോടൊപ്പം നിങ്ങൾ ലീഗൽ മെട്രോളജിയുടെ പോസ്റ്റ് കൊടുക്കാൻ മറക്കണ്ട. ഇൻ കേസ് നിങ്ങൾ ബിടെക്കോ ഫിസിക്സ് ആണെങ്കിൽ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ കൊടുക്കണം. കാരണം ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് കുറേ ഭാഗങ്ങൾ അവിടെയും വരുന്നുണ്ട്. അതിനോടൊപ്പം ജൂനിയർ ലാബേഴ്സിന് കൊടുക്കാൻ മറക്കണ്ട. അതും അത്യാവശ്യം നല്ല രീതിക്ക് സ്റ്റേറ്റ് വൈഡ് അഡ്വൈസ് പോകുന്ന ഒരു പോസ്റ്റാണ്. അപ്പോൾ ഈ 2026 നമ്മളെ സംബന്ധിച്ച് ഡബിൾ ധമാക്കയല്ല, ട്രിപ്പിൾ ധമാക്കയാണെന്ന് മനസ്സിലാക്കുക. കാരണം ഡയറി ഫൈ ഇൻസ്ട്രക്ടർ നോട്ടിഫിക്കേഷനും ഇതിൻ്റെ പിന്നാലെ ഉണ്ടാവും. നിങ്ങളെല്ലാവരും അത് കൃത്യമായിട്ട് മനസ്സിലാക്കി മുൻകൂട്ടി അത് കണ്ടുകൊണ്ട് തന്നെ പഠിച്ചു വരിക. നേരത്തെ ഉള്ള കുട്ടികൾ പലരും അങ്ങനെ പഠിച്ചു പോയ പിള്ളേരാണ്. ഞാൻ കണ്ടില്ലേ, നിങ്ങൾ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്ന് അടുത്ത റാങ്ക് ലിസ്റ്റിൽ അവരുടെ സ്ഥാനം മെച്ചപ്പെടുത്തി പോയത് കണ്ടില്ലേ. അപ്പോൾ അങ്ങനെ നിങ്ങൾ കുറച്ച് ദീർഘവീക്ഷണത്തോടെ പഠിച്ചു മുന്നോട്ട് വരിക എന്നുള്ളതാണ്. ഇവിടെ സഹകാരിയുടെ പ്രത്യേകത നിങ്ങളെ പഠിപ്പിക്കുക മാത്രമല്ല, ഇത് എങ്ങനെ പഠിക്കണം എന്ന് കൂടെ പറഞ്ഞുതരും. അപ്പോൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. അതെല്ലാം സൗജന്യ ഗൂഗിൾ മീറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക, റിവിഷൻ റിവൈസ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി വളരെ വലിയൊരു സാധ്യത നമുക്ക് വേണം. പ്രാക്ടീസ് ചെയ്യണം. ഏറ്റവും ലാസ്റ്റ് പെർഫോം ചെയ്യുക. എല്ലാ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് വരിക. എല്ലാവർക്കും വിജയാശംസ തരികയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ താങ്ക് യു.